ഉപ്പും മുളകും സീരിയൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സീരിയലാണ്. വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മാസങ്ങൾക്ക് മുമ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൽ അഭിനയിച്ച ബാലു എന്ന ക്യാരക്ടർ അഭിനയിക്കുന്ന, അതുപോലെ തന്നെ ശ്രീകുട്ടൻ എന്ന ക്യാരക്ടർ അഭിനയിക്കുന്ന 2 പേർക്ക് നടന്മാർക്കെതിരെ എന്ത് ചെയ്യുന്നു, ഭയങ്കരമായിട്ടൊരു കേസ് വന്നിട്ടുണ്ടായിരുന്ന ഒരു പീഡന പരാതി പോലെ. ആ ഒരു ഉപ്പുമുളക് സെറ്റിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, കയറി പിടിക്കാനൊക്കെ ശ്രമിച്ചു എന്ന് പറഞ്ഞൊരു കേസ് ഭയങ്കരമായിട്ട് പോയിക്കൊണ്ടായിരുന്നു. അതിനുശേഷം അവരെ 2 പേരെ ആ ഒരു സീരിയലിലും കാണാനില്ലായിരുന്നു. അതിനുശേഷം നീലിമ എന്ന് പറഞ്ഞ നിഷ സാരംഗ്, ആ ഒരു ക്യാരക്ടറിൽ നിന്ന് നിഷ സാരംഗ് അതിനെ കാണാനില്ലായിരുന്നു, ആ ഒരു ഷോയിൽ കാണാനില്ല. ഇപ്പോൾ അവിടുത്തെ ആ ഒരു കുട്ടികൾ കേശു എന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ ചേർന്നിട്ടാണ് ആ ഷോ മുമ്പോട്ട് പോകുന്നത്. എന്തുകൊണ്ട് നീലിമ അത് കാണുന്നില്ല എന്നുള്ള ചോദ്യം ഭയങ്കരമായിട്ട് മുമ്പോട്ട് വന്നൊരു കാര്യമാണ്. അതിൽ മെയിനായിട്ട് എല്ലാവരും സംശയിച്ച ഇനി നീലിമയ്ക്കെതിരെ, അതായത് നിഷ സാരംഗിനെതിരെയാണ് ആ ഒരു പ്രവൃത്തി അവർ ചെയ്തത് എന്നുള്ളൊരു ചോദ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ലായിരുന്നു. അതിനിടയ്ക്കായിരുന്നു ആ ഒരു സീരിയൽ തന്നെ പുതിയതായിട്ട് ജോയിൻ ചെയ്ത് ഗൗരി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്ന ഒരു പെൺകുട്ടി, അതായത് ആക്ട്രസ് ആണ് എന്നൊക്കെ പറഞ്ഞ് കുറേയധികം ന്യൂസും കാര്യങ്ങളും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നായിരുന്നു. പക്ഷേ അത് ആ ഒരു ആക്ട്രസ് തന്നെ എന്ത് ചെയ്തു, വീഡിയോ ഇട്ട് ഞാനല്ല, അത് ചുമ്മാതാണ്, ഞാൻ ആ സമയത്ത് ഇവിടെ ഒന്നും ഇല്ലായിരുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞ് ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ എന്തുകൊണ്ട് ഇപ്പോൾ എല്ലാവരും സംശയിക്കുന്നത്, എന്തുകൊണ്ട് നീലിമ, അതായത് നിഷ സാരംഗ് എന്ത് ചെയ്യുന്നു, ഈ ഒരു ഷോയിലേക്ക് വന്ന് പങ്കെടുക്കുന്നില്ല, എന്തുകൊണ്ടുള്ള കാര്യങ്ങൾ, വേറെ അധികം മൂവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ എന്നിരുന്നിട്ട് പോലും ഇതിനകത്ത് വന്ന് പങ്കെടുക്കുന്നില്ല എന്നുള്ളൊരു കാര്യം ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഡൗട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ നിഷ സാരംഗ് 2ാമത് കല്യാണം കഴിക്കാൻ റെഡിയാണ് എന്നുള്ളൊരു വാർത്ത ഭയങ്കരമായിട്ട് നിഷ സാരംഗ് തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. എനിക്ക് ഒരു 10-50 വയസ്സ് വരെ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കാമെന്ന് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ ജീവിതം എങ്ങനെ ജീവിക്കുമെന്ന് ഞാൻ തീരുമാനം എടുക്കും. ആ സമയത്ത് നിങ്ങൾ ഒരിക്കലും അത് എതിർക്കുകയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ മക്കളും അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെന്നാണ് നീലിമ ആ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അടുത്തൊരു കല്യാണത്തിന് റെഡിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതാണോ റീസൺ എന്നുള്ള കാര്യങ്ങളും ഒക്കെ കുറേയധികം ചോദ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇതുവരെ എന്തെന്ന് പറഞ്ഞാൽ അതിനുള്ള ഒരു ഉത്തരം കിട്ടിയിട്ടില്ല. ഇപ്പോഴും നിഷ സാരംഗ് എന്ത് ചെയ്യുന്ന ആ ഒരു ഷോയിലോ ഒന്നും തന്നെ പങ്കെടുത്ത് ഇല്ല. അപ്പോൾ എന്താണ് കാരണമെന്ന് ഇതുവരെ മനസ്സിലായിട്ടൊന്നുമില്ല. എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യം, ആ ഒരു സ്ത്രീ, അതായത് ആ ഒരു സെറ്റിൽ വെച്ച് ദുരനുഭവം ഏൽക്കേണ്ടി വന്ന ഒരു സ്ത്രീ ഈ ഒരു നീലിമ തന്നെ, അഥവാ നിഷ സാരംഗ് തന്നെ ആണെന്നാണ് പറയപ്പെടുന്നത്.